നമ്മൾ പുതിയ ടോപ്പിക്കാണ് വാർഡ്രോബ് പ്ലാനിങ്. നമുക്ക് ഈ വേർഡ് കേട്ടിട്ടുണ്ടാവും, വാർഡ്രോബ്. വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോത്തിങ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ വാർഡ്രോബ് എന്ന് പറയുക. സാധാരണ നമ്മുടെ ഷെൽഫ്, അൽമാര ഒക്കെ നമ്മുടെ വാർഡ്രോബാണ്. അപ്പം അത് നമ്മൾ ഫാഷൻ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ ടേമാണ് വാർഡ്രോബ് പ്ലാനിങ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ വാർഡ്രോബ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ഗാർമെൻറ്റ്സ് നമുക്ക് വേണം, അതിനൊക്കെ പറ്റിയിട്ട് നമ്മളിങ്ങനെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വാർഡ്രോബിനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പം വാർഡ്രോബ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൈല്, നമ്മുടെ ഇത് ഒക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് വേണ്ട ഡിസൈൻസൊക്കെ നോക്കിയിട്ട് നമ്മുടെ ക്ലോത്തിങ് നന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് വാർഡ്രോബ് പ്ലാനിങ്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ നോക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ എന്താണോ നമ്മൾ ആവശ്യമുള്ളത് ഗാർമെൻറ്റ്സ്, അത് പിന്നെ ഫ്യൂച്ചറിൽ അല്ലേ കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതും ഒക്കെ നമ്മുടെ അതിനകത്ത് പ്ലാൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം അല്ലേ, എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ ചിലപ്പം ചില ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല, കാരണം നമ്മൾ ആ ഡ്രസ്സിൽ കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ നല്ല ക്ലോത്തിങ് സെലക്ഷൻ ഉണ്ടാവണം. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ഒക്കേഷൻസ് പറഞ്ഞാൽ അറിയാലോ, ഏതൊക്കെ അവസരങ്ങളിൽ ഏതൊക്കെ ടൈപ്പ് ഡ്രസ്സാണ് നമ്മൾ ഇടേണ്ടത്, അതും ഒക്കെ നമ്മൾ മെയിനായിട്ടും നോക്കണം. കാരണം ഒരു ഫെസ്റ്റിവൽ ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചൊരു ട്രഡീഷണൽ ടൈപ്പ് ഇടണം. അല്ലെങ്കിൽ ഇപ്പം സ്പോർട്സ് വെയർ ആണ്, സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അതിന് സ്പോർട്സ് വെയർ തന്നെ വേണം. അപ്പോൾ അല്ലാതെ നമ്മൾ കാഷ്വൽ വെയർ ഇട്ടിട്ട് സ്പോർട്സ് വെയറിന് പോവുമോ? ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാർഡ്രോബ് പ്ലാനിങ് ചെയ്യണം. അപ്പോൾ ഇത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് വാർഡ്രോബ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന്. കാരണം നമ്മൾ ഡ്രസ്സ് മേടിക്കുന്നതിനൊക്കെ നമുക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഈസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ഫീല് അല്ല അപ്പിയറൻസ്, അത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും അല്ലേ. പിന്നെ സൈക്കോളജിക്കൽ, നമുക്ക് ഏതൊക്കെയാണോ നമ്മളുടെ പ്രിഫറൻസ് അത് നോക്കും. പിന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ നമുക്ക് എങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം. പിന്നെ നമ്മുടെ എക്കണോമിക്, നമുക്ക് എത്രത്തോളം കോസ്റ്റ് അഫോർഡ് ചെയ്യുക, അതിനനുസരിച്ചായിരിക്കും നമ്മളെ ക്ലോത്തിങ് ഒക്കെ നമ്മൾ മേടിക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ ടേസ്റ്റ്, നമ്മൾ ഇത് സോഷ്യൽ സറൗണ്ടിങ്സ് ഒക്കെ പറഞ്ഞു, ഫാമിലി, ഇൻകം, ഇതൊക്കെ മെയിനായിട്ട് ഇതിൽ തന്നെ വരുന്നതാണ്. പിന്നെ നമ്മുടെ ഏജ്, നമ്മുടെ മെയിലാണോ ഫീമെയിലാണോ, നമ്മുടെ ഒക്യുപ്പേഷൻ അല്ലേ, ഫാമിലി മെമ്പറിൻ്റെ ഒക്യുപ്പേഷൻ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോത്തിങ് സെലക്ഷൻ ഉണ്ടാവുക. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ വേറെ നോക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഫാബ്രിക് അല്ലെങ്കിൽ ഗാർമെൻറ്റ് ഇപ്പം ഡ്യൂറബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ വാങ്ങുന്നതിന് നല്ല ക്വാളിറ്റി ഉണ്ടോ, അപ്പിയറൻസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ മെയിനായിട്ടും ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അല്ലേ. നമ്മുടെ ക്ലൈമറ്റും വെസ്റ്റേൺ കൺട്രീസിലും ഒരേ ക്ലൈമറ്റ് ആയിരിക്കുമോ? ഇല്ല. നമ്മൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ക്ലൈമറ്റ്, വെസ്റ്റേൺ കൺട്രീസ് അധികവും കുറേ കാലം തണുപ്പായിരിക്കുമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ക്ലൈമറ്റും നമുക്ക് വരുന്നുണ്ട്. പക്ഷെ തണുപ്പ് നമുക്ക് കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും തണുപ്പെന്ന് പറയുമ്പം നമുക്ക് അധികം തണുപ്പും വരുന്നൊരു ഇതില്ല. ഹില്ലി ആയിട്ടുള്ള കുറേ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ തണുപ്പ് അനുസരിച്ച് അവിടെ നല്ല തണുപ്പ് വരും. പക്ഷെ നമ്മുടെ ഒരു ഏരിയയിൽ നമുക്ക് ക്ലൈമറ്റ് എന്ന് പറയുമ്പം നമുക്കെല്ലാം കൂടെ ഉള്ളതാണ്. എന്താ ചൂടും തണുപ്പും എല്ലാം ഒരു മാക്സിമം വരുന്നൊരു ഇതിൽ എത്തുന്നില്ല. പിന്നെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. പിന്നെ ഫാഷൻ ആൻഡ് സ്റ്റൈൽ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മളിപ്പം പുറത്തൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മളിടുക അങ്ങനെയാണ്, ആ ഒരു ഫാഷൻ അനുസരിച്ച് അല്ലെ അപ്പം ഇറങ്ങുന്ന ഒരു സ്റ്റൈൽ അനുസരിച്ചായിരിക്കും നമ്മൾ ക്ലോത്തിങ് അല്ലേ. അല്ലാതെ പഴയൊരു ഫാഷൻ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലോത്തിങ് അല്ലെങ്കിൽ വാർഡ്രോബ് പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു?
നമ്മളിപ്പം പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളെ വാർഡ്രോബിൽ നിങ്ങളുടെ ആ ഒരു ഷെൽഫിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും വെക്കുക? ആ നിങ്ങൾക്കറിയാം നിങ്ങളെ റുട്ടീൻ എങ്ങനെയാണ് അല്ലേ, ദിവസം എങ്ങനെയാണ് ഉള്ളത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ നമ്മൾ വയ്ക്കും. ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലൈഫ് സ്റ്റൈൽ. അപ്പം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ്. അപ്പം നമ്മളിപ്പം ഫസ്റ്റ് രാവിലെ നമ്മൾ ഒരു സ്പോർട്സ് പേഴ്സൺ ആണെന്ന് വിചാരിക്കും. അപ്പോൾ രാവിലെ അവർ സ്പോർട്സ് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലോത്തിങ് വേണം അല്ലേ, സ്പോർട്സ് വെയർ ആയിരിക്കും വേണ്ടത് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഓഫീസിൽ പോകുന്ന ആളാണെങ്കിൽ ഓഫീസ് വെയർ വേണം. പിന്നെ വന്നു കഴിഞ്ഞാൽ ഈവനിങ് വെയർ വേണം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചിലപ്പം നമ്മളിപ്പം എവിടെയെങ്കിലും ഫങ്ഷന് പോകണം. അപ്പോൾ അതിനനുസരിച്ച് ഒരു പിന്നെ അതും നമുക്ക് ഡെയിലി ഉണ്ടാവില്ലല്ലോ. നമ്മളെന്തെങ്കിലും ഒക്കേഷൻസ് പറയുമ്പം എന്നുമുള്ള ഒരു ഇതായിരിക്കില്ല. റുട്ടീനുള്ളത് ആ കാര്യങ്ങളൊക്കെ മെയിനായിട്ടും പോകും. പക്ഷേ അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൽ കണ്ടോ ഡെയിലി വെയറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ടീഷർട്ട്സ് ഉണ്ടാവും, ജീൻസ് ഉണ്ടാവും, ഷർട്ട്സ് ഉണ്ടാവും. പിന്നെ വാർഡ്രോബിന് നമ്മൾ കുറച്ചധികമായിട്ട് നമ്മൾ ഫാഷനബിൾ ആണെങ്കിൽ നമ്മൾ സ്കേർട്ട്സ്, ജാക്കറ്റ്സ് അങ്ങനത്തെ ഡ്രസ്സുകൾ ഉണ്ടാവും. പിന്നെ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ഈ ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ, പഴയതായിട്ട് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പിന്നെ കീപ്പ് ചെയ്ത് വെക്കരുത്. നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം വയ്ക്കുക. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂട്രൽ കളേഴ്സ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ഒക്കെ അങ്ങനത്തെ കളേഴ്സ്, അല്ലെങ്കിൽ ബേസിക് കളേഴ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഫ്ലോറൽ പ്രിൻറ്റ്സ് അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ഓരോ ഓപ്ഷൻസ് ആട്ടോ. നമ്മളെ റുട്ടീൻ ആവണമെന്നില്ല, പൊതുവേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ചില സമയത്ത് നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഇത് കണ്ടോ, സ്കേർട്ട് അപ്പിയർ മോർ അട്രാക്റ്റീവ് ദാൻ ജീൻസ് ഫാറ്റ് ഫിഗറിന്. അപ്പം നമ്മുടെ ബോഡി ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ക്ലോത്തിങ് സെലക്ട് ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ ഒരു ഫാറ്റ് നല്ല തടിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് സ്കേർട്ടായിരിക്കും കുറച്ചും കൂടെ നല്ലത് ജീൻസിനേക്കാളും. കുറച്ച് നല്ല വണ്ണമുള്ള ആളാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മുടെ ക്ലോത്തിങ് ഒക്കെ നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ എല്ലാ ടൈപ്പും ഗാർമെൻറ്റ്സും ഉണ്ടാവും അല്ലേ. നമ്മൾ വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ജീൻസ്, സ്വെറ്റേഴ്സ്, ജാക്കറ്റ്സ് അങ്ങനെ പല ടൈപ്പിലുള്ള ഗാർമെൻറ്റ്സും ഉണ്ടാവും. പിന്നെ നമ്മുടെ ക്ലൈമറ്റ്, ഇനിയിപ്പം നമ്മളിപ്പം ഡെയിലി പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പം ഇപ്പോൾ ഉള്ളൊരു സമ്മറാണെങ്കിൽ പിന്നെ അടുത്തൊരു റെയിനി സീസണാണ് വരാൻ പോകുന്നത്. അപ്പം നമ്മൾ റെയിനി സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ മഴക്കാലത്ത് ഇടാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വയ്ക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വാർഡ്രോബ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്. ഒരു സ്കൂൾ ഗോയിങ് ഗേൾ, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത് അവളുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെയാണ്? ഗോയിങ് ടു സ്കൂൾ, ഹോം, പിന്നെ സോഷ്യൽ, അതായത് പുറത്തെവിടെയെങ്കിലും പോകുന്നു, ഹോബീസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഹോബീസ്. എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഡാൻസിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ട്രഡീഷണൽ വെയർ വേണ്ടി വരും. ഹോളിഡേയ്സിലൊക്കെ ആണെങ്കിൽ കാഷ്വൽ വെയർസ് ആയിരിക്കും ഉപയോഗിക്കുക. പിന്നെ സ്കൂളിൽ പോകാമെന്ന് ചോദിക്കുക. അപ്പോൾ ഡെയിലി നമുക്ക് യൂണിഫോം വേണം, ഫോർമൽ വെയർ വേണം. പിന്നെ ചിലപ്പം NSS അങ്ങനെ എന്തെങ്കിലും സ്പോർട്സ് ഇതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോർമൽ വെയർ ആവശ്യമുണ്ട്. പിന്നെ വീട്ടിലാണ് ഗാർഡനിങ് ഒക്കെ ആണെങ്കിൽ അവർ നൈറ്റ് വെയേഴ്സ് ഇടുന്നു. പിന്നെ ടൈം വിത്ത് ഫാമിലി അല്ലാത്ത സമയത്തൊക്കെ കാഷ്വൽ വെയേഴ്സ്. പിന്നെ സോഷ്യൽ, അതായത് പുറത്ത് ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു, കാഷ്വൽ വെയർ. പിന്നെ നമ്മൾ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രഡീഷണൽ വെയർ. ഇതിപ്പോൾ ഒരു കുട്ടിയുടെ സ്കൂൾ ഗോയിങ് ഗേളിൻ്റെത് ആണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ മാത്രം കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാളുടെ വാർഡ്രോബ് പ്ലാനിങ് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. താങ്ക് യു.